ഇന്ത്യയുടെ പൈതൃകത്തെ ഉൾക്കൊണ്ടും ബഹുസ്വരതയെ ഉയർത്തിക്കാട്ടിയും ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചെലേരി നയിക്കുന്ന ദേശരക്ഷായാത്ര ജനുവരി 30 പേരാവൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തും. 30 രാവിലെ അടയ്ക്കാത്തോടെ നിന്ന് ആരംഭിക്കുന്ന പര്യടനം പേരാവൂർ, ആറളം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചയോടെ കരിക്കോട്ടക്കരിയിൽ എത്തിച്ചേരും. ഉച്ചകഴിഞ്ഞ് വള്ളിത്തോട്, ഇരിട്ടി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വൈകിട്ട് 5 മണിക്ക് കാക്കയങ്ങാട് സമാപിക്കും. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സലീം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് മനാഫ് അരീക്കോട് മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മജീദ്, ജനറൽ സെക്രട്ടറി ഒമ്പാൻ ഹംസ, ട്രഷറർ ഇബ്രാഹിം പൊയിലൻ, MK ഹാരിസ്, KV റഷീദ്, ഖാദർ ഉളിയൽ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പമുള്ള പ്രമേയവുമായി കണ്ണൂർ ജില്ലയിലെ 11 നിയോജകമണ്ഡലങ്ങളിൽ വാഹന പ്രചരണങ്ങളാണ് നടത്തിയത്. ജനുവരി 25 പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സാധാ പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ജനുവരി 30 എത്തുകയാണ്. പേരാവൂർ നിയോജകമണ്ഡലത്തിലെ പര്യടനം കേരളം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. രണ്ടാമത്തെ സ്വീകരണ പോയിന്റ് പേരാവൂർ പഞ്ചായത്തിലെ പേരാവൂർ ടൗണാണ്. മൂന്നാമത് ആറളമാണ്. ആറളം കഴിഞ്ഞതിന് ശേഷം അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരിയിൽ കാലയ്ക്ക് സ്വീകരണം നൽകുന്നു. കരിക്കോട്ടക്കരിയിൽ നിന്നും ഉച്ചഭക്ഷണമെല്ലാം കഴിച്ച് 3 മണിയോടുകൂടി പായ പഞ്ചായത്തിലെ വള്ളിത്തോടെത്തുന്നു. അവിടെ നിന്നും 4 മണിക്ക് ഇരിട്ടിയിലും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് PM സലീമും അതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് അഡ്വക്കേറ്റ് അബ്ദുൽ മനാഫുമാണ് അരീക്കോട്. അപ്പോൾ അത്തരം ഒരു വലിയ പ്രചരണ യാത്രയാണ് കണ്ണൂർ ജില്ലയിലെ 11 നിയോജകമണ്ഡലങ്ങളിൽ എത്താൻ പോകുന്നത്. എല്ലാ യോഗങ്ങളും, സ്വീകരണ യോഗങ്ങളിലും UDFിൻ്റെ, കോൺഗ്രസിൻ്റെയും മറ്റ് UDF കക്ഷികളുടെ നേതാക്കന്മാർ സംസാരിക്കുന്നതാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സന്ദേശം ഈ ജില്ലയിലെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുത്ത് ചർച്ചയാക്കലാണ് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം. ഐക്യവും മതേതരത്വവും നിലനിൽക്കാൻ മഹാത്മജി സ്വപ്നം കണ്ട ഇന്ത്യയെ വീണ്ടെടുക്കാൻ അംബേദ്കർ എഴുതിയ ഭരണഘടന നിലനിർത്താൻ ഉള്ള ഒരു പ്രചരണവും പ്രയത്നവുമാണ്